അടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഉമ്മയുടെയും മക്കളുടെയും ഖബറാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ആ ഖബറിന്റെ അടുക്കലേക്കൊന്ന് പോകുമോ ജിബ്രീൽ? ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കിടന്നു ചൊല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരുടെ ഖബറാ യാ റസൂലല്ലാഹ്? മാഷിത ബീബിയുടെ ഖബറാണ് നബിയേ. മാഷിത റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ആരാ മാഷിതയാരാ യാ റസൂലല്ലാഹ്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാട്. പടച്ചവനെ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. അല്ലാഹുവേ, മാഷിത ബീബി റളിയല്ലാഹു തആല മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. ഒരിക്കലും മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മൂസാ നബി മാഷിത ബീബിക്ക് പറഞ്ഞു കൊടുത്ത ഒരു അമലാണ്. പടച്ചവരെ, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് അതാ മാഷിത ബീബി റളിയല്ലാഹു തആല മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത പറഞ്ഞു പോയി, ബിസ്മില്ലാ. ഫിർഔനിന്റെ മകള് കേൾക്കുകയാ. അവസാനം ഫിർഔനിന്റെ ചെവിയിലെത്തുകയാ. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായെന്ന് ഫിർഔൻ അറിയുകയാണ്. ഒരുപാട് ഉപദേശിച്ചു. കാരണം കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞ മാനക്കേടാണല്ലോ. അല്ലാഹുവേ, അവസാനം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഫിർഔന് വല്ലാത്ത ദേഷ്യം വന്നു. നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്, നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അല്ലാഹുവേ, അതാ ചർച്ചയ്ക്ക് വെച്ചു. എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഇവളെ തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ച എണ്ണയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. തിളച്ച എണ്ണയുടെ മുകളിൽ മുന്നിലേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാഷിത? മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. ശത്രുക്കൾ പറയുന്ന, നോക്കൂ മാഷിത, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോൾ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പൊന്നാര മകളെ വലിച്ചിടച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ചോദിക്കുന്നു, മാഷിത, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ, എന്റെ വല്ലപ്പുഴയിലെ ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പെണ്ണിന്റെ ചരിത്രമാ പറയുന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, നിന്റെ പൊന്നുമക്കളെ, നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമോളെ പിടിച്ച് ചുംബനം കൊടുക്കുകയാ. കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്ന, മോളെ, എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ. അല്ലാഹുവേ തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കുകയാണ്. കണ്ണിന്റെ മുന്നിൽ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുകയാ. മാഷിത കരഞ്ഞില്ല, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞില്ല. ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി. കൊണ്ടുവന്നത് 2ാമത്തെ കുഞ്ഞിനെയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, വല്ല മാറ്റവുമുണ്ടോ? മാഷിത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. ശത്രുക്കൾക്ക് ദേഷ്യമായി. 3ാമതായി കൊണ്ടുവന്നത് ആരെയെന്നറിയുവോ? സുബ്ഹാനല്ലാഹ്, പാല്
കുടിക്കുന്ന പൊന്നുമോനെയാ. പ്രസവിച്ച് നാളുകളായില്ല. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ശത്രുക്കൾ പറയുന്നു, നോക്കുമാശിത, നിന്റെ പൊന്നുമോന്റെ മുഖത്തേക്കൊന്ന് നോക്കുമാശിത, ഇവനെയും കൊന്നു കളയണോ മാശിത? എല്ലാവരും കൂടെ അവിടെ നിന്ന് ചോദിക്കുമ്പോ മാശിത ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് തന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. തന്റെ പൊന്നാര മകനെയും നോക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് കരയുകയാ. ശത്രുക്കൾ വിചാരിച്ചു, പടച്ചവനെ മാഷിത്ത തോറ്റുപോയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കളിയാക്കുമ്പോ തന്റെ പൊന്നുമോ നോക്കുമ്പോ ഉമ്മാനെ എല്ലാരും കളിയാക്കുകയാണ്. എല്ലാരും ഉമ്മയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കുന്നു. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുന്നു. അല്ലാഹുവേ, തന്റെ ഉമ്മാനെ കളിയാക്കിയവരുടെ ശബ്ദമടപ്പിച്ചത് എങ്ങനെയെന്നറിയുവോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. ആ സമയത്ത് തന്റെ പൊന്നുമോൻ അവിടെ നിന്ന് വിളിക്കുന്ന, ഉമ്മാ കരയല്ലേ ഉമ്മാ, എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമ്മ, ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ. അല്ലാഹുവാണ് വലിയവന്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് പാല് കുടിക്കുന്ന മകനാണ് ഉമ്മാനെ ഉപദേശിക്കുന്നത്. ശത്രുക്കൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആ പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന, ഉമ്മ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഉമ്മ. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഉമ്മ. പാല് കുടിക്കുന്ന പൊന്നുമകനതാ ഉമ്മയോട് പറയുമ്പോ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പൊന്നാര മകനെ യാത്രയാക്കുകയാ. പെങ്ങള് മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ 3 മക്കളും മരിച്ചു. അതാ ഫിറഔന് മാഷിതയുടെ അടുക്കലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? വല്ലപ്പുഴയിലെ ഇസ്ലാമിന്റെ രക്തം ശരീരത്തു കൂടെ ഒഴുങ്ങുന്ന പെമ്മക്കള് പഠിക്കണം. ഫിറഔന് പറഞ്ഞതെന്തെന്നറിയുവോ? നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റുപോയി മാഷിത. ഇതാരാ പറഞ്ഞതെന്നറിയുവോ? സാധാരണ ഒരു വ്യക്തിയല്ല പറഞ്ഞത്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറഔൻ തന്റെ വീട്ടിലെ വേലക്കാരിയായ ഒരു അടിമയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെങ്ങളെ ഈമാനതാ പൊന്നുമോള് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഫിറഔന് മാഷിതയോട് ചോദിച്ചു, മാഷിത, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നവളല്ലേ, നിന്നെ ഞാൻ കൊല്ലാൻ പോകുകയാണ്. വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ പറമാഷിത, മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ? മാഷിത ബീബി റളിയല്ലാഹു തആല ഫിറഔനിനെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് പറഞ്ഞത്. എന്തേ പറഞ്ഞതെന്നറിയുവോ? എന്റെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മക്കളെയും എന്റെ കബറിന്റെ അകത്ത് തന്നെ കബറടക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. എന്റെ പ്രിയമുള്ളവര്, ഒരു ബിസ്മില്ല പറഞ്ഞ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം പറഞ്ഞു. 5ാമത്തെ പ്രതിഫലം എന്തേ? നിന്റെ കബറിന്റെ അകത്ത് സുഗന്ധമാണ് വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുറുകെ പിടിച്ചാൽ അവിടുത്തെ സുന്നത്ത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ. 5ാമത്തെ പ്രതിഫലം, നിന്റെ 6 അടി മണ്ണുണ്ടല്ലോ, നിന്റെ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് നിനക്ക് സുഗന്ധമാണ് വാപ്പാ. 6ാമത്തെ പ്രതിഫലം എന്ത്? ഒരു പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 6ാമത്തെ പ്രതിഫലം എന്താ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ 2ാമത് മൂതുമ്പോ വല്ലപ്പുഴ പള്ളിയുടെ ഖബർസാനിൽ കിടക്കുന്നവർ മുഴുവനും ഖബർ പൊളിച്ചിട്ട് എഴുന്നേൽക്കുകയാ. എന്നിട്ട് പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുകയാണ്. എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താ
വികാരങ്ങളിൽ കുടികുത്തി വെച്ച് ഇഴഞ്ഞു നടന്ന കുഷ്ഠരോഗിയെ പോലെ ബുഗതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവോടുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അന്നങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമുണ്ടല്ലോ. അതാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന ദിവസം പടച്ചറപ്പിലൂടെ മക്കള് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ വന്ന് മലത്തിക്കടത്തിത്താല്ലാ, അവരുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവേ, എനിക്കെന്നെ നശിപ്പിച്ചതിവരാട് എനിക്ക് തരുന്നതിന്റെ ഇരട്ട ശിക്ഷ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. അതാ പടച്ചുറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് 70,000 മലക്കുകൾ റബ്ബിന്റെ നരകത്തെ കൊണ്ടുവരുന്ന ദിവസം ആ നരകത്തെ കാണുന്ന സമയത്ത് മക്കള് പടച്ചവരോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാന നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിയുന്ന മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങള് എല്ലാവരും നാളെ സ്വർണത്തിന്റെ സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഒരേ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാ. അതിന്റെ മധ്യത്തിലിരിക്കുന്ന പ്രവാചകനെ കാണുന്നില്ല. എല്ലാവരും തിരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടന്ന് കരയുകയാ. ലോകത്തിന്റെ നേതാവ് കിടന്ന് കരയുകയാ. ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എഴുന്നേറ്റ് അങ്ങയുടെ സിംഹാസനത്തിലേക്ക് ഇരിക്കും നബിയേ. ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, പടച്ചവനെ ഞാനെങ്ങാടും അതിനകത്തേക്ക് കയറിയിരുന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ. അല്ലാഹുവേ, ഞാനങ്ങ് സ്വർഗത്തിൽ പോയാ എന്റെ സമുദായത്തിനാരാ പടച്ചവര്? എന്റെ പാവപ്പെട്ട അനുചരന്മാർക്കാരാ തമ്പുരാനെ ഉള്ളത്? അവരെ എല്ലാവരും കൈയൊഴിഞ്ഞല്ലോ. എല്ലാവരും ഇവരെ കൈയൊഴിയുന്ന ദിവസമാണ്. നഫ്സി നഫ്സി എന്ന് വിളിച്ചിട്ട് ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര് സ്വന്തം കാര്യം നോക്കിയിട്ട് കരയുന്ന ദിവസമാ. അന്നത്തെ ദിവസം ആരാ തമ്പുരാന്? എന്റെ കൂടപ്പറപ്പുകൾക്ക് ഞാനല്ലാതെ ആരുമില്ലല്ലോ അല്ലാ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ എഴുന്നേക്കില്ല റബ്ബേ എന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു ശഫാഅത്ത് ചെയ്യാറുള്ള അവകാശം കൊടുക്കുകയാ. നബിയെ, ആരെ വേണമെങ്കിലും കടത്തിവിട്ടോ, അങ്ങക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും സ്വർഗം കൊടുത്തോ. അല്ലാഹുവിന്റെ റസൂലിന് അനുവാദം കൊടുക്കുമ്പോ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കാത്തു നിൽക്കുകയാ ലോകത്തിന്റെ നേതാവ് പടച്ചവനെ. ആ പരലോകത്ത് പ്രയാസപ്പെട്ടവർക്ക് കുടിക്കാറുള്ള വെള്ളം കൊടുക്കാൻ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, അന്ന് ഈ സദസ്സിലിരിക്കുന്ന പലരുമുണ്ടല്ലോ, ഈ കൈവക്കിയ നമ്മളിൽ പലരുമുണ്ടല്ലോ, നാളെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കുകയാ. അല്ലാഹുവേ, ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പ്രവാചകന്റെ അതിഥിയായിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, മൻ ലയ്യ സുന്നതി ഹുർമത അലൈഹി ശഫാഅതി. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റാത്തവന് ശഫാഅത്തില്ലെന്നാ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്തവര് യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്ന് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ അതിഥിയായിട്ട് നിനക്ക് കടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ കരുണക്കടലായ അല്ലാ ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ അല്ലാ. ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയാ ഓരോ മാസവും പടച്ചവരെ പാവപ്പെട്ടവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുന്ന സംഘടനയാ ആ ചെറുപ്പക്കാർ. അവരുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൂടപ്പിറപ്പിനും കുടുംബക്കാർക്കുമല്ല ഈ വല്ലപ്പുഴയിൽ ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയാ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീടിന്റെ അകത്തിരുന്ന് പടച്ചറപ്പിന് പൂർത്തിട്ട് കരയുന്ന പാവപ്പെട്ട പെമ്മക്കളുണ്ടല്ലോ, അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാ ആ സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയോ? മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയോ? ഓസിന് ചെയ്യാൻ അല്ല പറയുന്നില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ക്യാൻസർ എന്ന മാരാരോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയുമോ ചെറുപ്പക്കാരാ? അറിയുമോ വാപ്പാ? ഉണ്ടെങ്കിൽ തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും. പടച്ചവനെയും ഇവിടുന്ന് പോകുന്ന വഴിയിൽ ഒന്ന് തളർന്നു വീണ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ ഡോക്ടർ പറയുന്ന 2 കിഡ്നിയും തകർന്നു പോയി. അന്ന് അല്ലാഹുവേ ഡോക്ടർ പറയുന്നു മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം വരെ വില പറയുമ്പോ ഈ കൊണ്ടുവരുന്ന ബക്കറ്റിന്റെ അകത്ത് അല്ലാ പടച്ചവനെ എന്തെങ്കിലും പരീക്ഷണം നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് തട്ടിക്കളയണേ അല്ലാ എന്ന ഒരു നല്ല നിയ്യത്തോടെ ഒരു സദഖയിട്ട 25 ലക്ഷം വേണ്ട വാപ്പാ, 25 ലക്ഷം വേണ്ട പെങ്ങള് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്തു. അല്ലാഹുവിനോട് പറയണം നാഥാ ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് നാളെ ഹൗദൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ എന്ന നിയ്യത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തു. കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തിട്ട് കുറയണമെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ കുറയൂലല്ലോ. അല്ലാഹുവേ ഇന്ന് വരെ ഒരു മനുഷ്യനും സദഖ കൊടുത്തിട്ട് ഫക്കീറായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് പുണ്യനബിയുടെ റബീഉൽ അവ്വലല്ലേ, പുണ്യനബിയുടെ റബീഉൽ അവ്വലല്ലേ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവർക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. മുത്തുനബിയെ മരിക്കുന്നതിന് മുമ്പ് പച്ചക്കുപ്പയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നേതാവിന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് കണ്ണു നിറഞ്ഞിട്ട് മനസ്സ് നൊന്തിട്ട് ഒരു സ്വലാം പറയാ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന്, അവൻ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കും. നമ്മൾ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു, അള്ളാഹു തരുന്ന 4 പ്രതിഫലം ദുനിയാവിൽ, 2 ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിനക്ക് അള്ളാഹു ഒരു സ്ഥാനം തരും. 2 നിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു ഭയം കൊടുക്കും. 3 അള്ളാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകും. 4 അള്ളാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരും. 5 നിന്റെ ഖബറിൻ്റെ അകത്ത് സുഗന്ധമുണ്ടാകും. 6 ലോകത്തിൻ്റെ നേതാവിൻ്റെ അതിഥിയായി നാളെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കൂടപ്പുറപ്പുകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 11 മണിയായി. ഞാൻ പറഞ്ഞു 11:15 നിർത്താമെന്ന് പറഞ്ഞു. ഇനി സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്ത 11:15 എന്ത് ചെയ്യണം? നിർത്തണോ പറയണോ? ഇനി നിങ്ങളുടെ ഖിയാറ. എന്ത് വേണം? ഇനി നിങ്ങളുടെ ഖിയാറ. ആദം നബി അലൈഹിസ്സലാം ഒരു വാക്ക് പാലിക്കാത്തതിൻ്റെ പേരില്ല, ഉടുതുണി പോലും ഇല്ലാതെ അള്ളാഹ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടെ. നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല. ഒരു മരം കാണിച്ചിട്ട് അങ്ങോട്ട് വലാത്തക്ക അവിടെ നിന്ന് പറഞ്ഞെന്തേ?
അള്ളാഹു പറഞ്ഞു ആ മരത്തിൻ്റെ ഇടക്കിലേക്ക്, യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി ഷജറ. അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞ് പോയി. ഊടുതുണി പോലും കൊടുക്കാതെ ഇറക്കി വിട്ടു. അപ്പോൾ പിന്നെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിൽ എനിക്ക് അടികൊള്ളാൻ വയ്യ മനുഷ്യന്മാരെ. എന്ത് വേണം? പറയണോ നിർത്തണം? വേണമെന്നുള്ളവർ കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഉഷാറ് കാണും. ഈ പൊക്കണ ആത്മാർത്ഥത എന്തിനു കാണിക്കണം? എന്തിനു കാണിക്കണം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം, എന്താ എല്ലാം പൊഴിഞ്ഞു വീടുന്നല്ലോ, കൊടുങ്കാറ്റ. ഒരു പാവപ്പെട്ട പെൺകുട്ടി അടുത്ത കൊല്ലം ഇവിടുന്ന് വിവാഹം കഴിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഇപ്പൊ വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഈ സമ്പത്ത് മുഴുവനും വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടാനില്ല. പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും കൊണ്ടുപോകത്തില്ല. ഈ മനുഷ്യന്മാരെ നമ്മൾ കൂടുതൽ എന്തിനാ വാഴലൊക്കെ, എന്തിനാ വാഴലൊന്നും വേണ്ട. ഒരു മനുഷ്യനെ നന്നാകാനാണെങ്കിൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു പിതാവ് മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പിതാവ്, സക്കറാത്തിന്റെ അവസ്ഥയാ. മക്കളൊക്കെ ഇങ്ങനെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ മക്കളും ഇങ്ങനെ ചുറ്റുഭാഗത്ത് പിതാവിന്റെ മരണരംഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ സക്കറാത്തിന്റെ അവസ്ഥ, പക്ഷെ മരണമൊന്നും ആയിട്ടില്ല. കാരണം സാധാരണ ഒരു മനുഷ്യൻ കിടക്കുന്ന, സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്ന പോലെ തന്നെ. അപ്പോ ഞാൻ മനസ്സിൽ ദുആ ചെയ്തു, അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ തമ്പുരാൻ, വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ എന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്യാ. ഇറങ്ങുമ്പോ കൈ പിടിച്ചിട്ട് ചോദിക്കുക, ഉസ്താദെ തുടങ്ങിയോന്ന്? ഒരു മകൻ ചോദിച്ച ചോദ്യം എന്താ? തുടങ്ങിയോന്ന്? റൂഹ് പിടിച്ച് തുടങ്ങിയോന്ന്? പോകാൻ സമയമായോ? ഇങ്ങനെ മക്കളുടെ കാലം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വയലൊന്നും വേണ്ട, മരിച്ച വീട്ടിൽ പോകുന്നവരല്ലേ. ഇപ്പൊ നിങ്ങൾ മരിച്ച നമ്മുടെ ഭാര്യമാര് കരയൂലേ? പരമനുഷ്യന്മാരെ കരയൂലേ? കരയും. അല്ലാ, നിന്റെ മക്കളെയൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നാ കരച്ചിലാന്നറിയാം. നമ്മുടെ ഭാര്യമാര്, ഞാൻ മരിച്ചാലും എൻ്റെ ഭാര്യ കരയും. എൻ്റെ 2 മക്കളെ സിനാനിനെയും നഈമിനെയും പിടിച്ചു വെച്ചിട്ട് സുമയ്യ വലിയ കരച്ചില. എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയാം? ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചിന്തിക്കണം. നമ്മുടെ വെള്ള തുണിയിൽ പുതച്ച് വീടിൻ്റെ അകത്ത് ഇങ്ങനെ കിടത്തി, ആൾക്കാരൊക്കെ വന്നു, കണ്ടു, കുളിപ്പിച്ചു, കഫമൊക്കെ തുണിഞ്ഞു, കഫമൊക്കെ പുതച്ചിങ്ങനെ ഇട്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ഭാര്യ കരയുക, അല്ലാ പടച്ചോനെ, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ അല്ലാ ഉള്ളേ? എന്താ പറയണേ? അല്ലാഹുവേ, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ തമ്പുരാനെ ഉള്ളത്? ഇന്നലെ വരെ ഈ മനുഷ്യനായിരുന്നു തന്നുകൊണ്ടിരുന്നത്, ചിലവൻ ഇങ്ങാര് പോയല്ലോ, അല്ലാ ഇനി ആരാ ഉള്ളേ? സത്യത്തിൽ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോഴും അവളുടെ കാര്യമല്ലേ പറയണേ? അവക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്, ഇതുപോലെയുള്ള പല സംഘടനകളുണ്ട്, പള്ളിയിലെ ജമാഅത്തുണ്ട്. എന്നിട്ടും അവള് പറയുന്നു, അല്ലാഹുവേ, എനിക്കും എൻ്റെ മക്കൾക്കും. ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അവക്കുള്ളതാ, വണ്ടി അവക്കുള്ളതാ, എല്ലാം അവക്ക് കൊടുത്തിട്ടാ പോണേ. എന്നിട്ട് ഇവൾ ഇത്രയും കിട്ടിയിട്ടും പറയുന്നു, പടച്ചവനെ, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ ഉള്ളേ? സത്യത്തിൽ അവൾ എന്താ പറയണ്ടേ? അല്ലാഹുവേ, എൻ്റെ ഇക്കാനെ കുഴി കൊണ്ടിടാൻ പോവാ പടച്ചവനെ, ഇയാൾക്കാരാ ഉള്ളത് എന്ന് പറയുന്നതിന് പകരം ഭാര്യ പറയണത് എനിക്കാരാണ്. ഇന്ന് വരെ ഒരു പെണ്ണും നേരെ തിരിച്ചു പറഞ്ഞിട്ടില്ല, പറയുമെന്ന് തോന്നുന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞതിനർത്ഥം പള്ളിക്കാട്ടിൽ പോയത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ. എല്ലാവർക്കും ATM-ന്റെ മുന്നിൽ പൈസ ഉണ്ടെങ്കിൽ കാവൽക്കാരനും ഉണ്ട്, ആളും ഉണ്ട്. ഇതിനകത്ത് പൈസ ഇല്ലെങ്കിൽ അവിടെ പട്ടി കയറി കിടക്കുന്ന അവസ്ഥ. ATM-ന്റെ മുന്നിൽ ATM-നകത്ത് പൈസ ഉണ്ടെങ്കിൽ ആളുണ്ട്, കാവൽക്കാരനുണ്ട്. പൈസ ഇല്ലാത്ത ATM-ന്റെ മുന്നിൽ കാവൽക്കാരൻ നിൽക്കാണ്ട് ആരുമില്ല. പട്ടി നല്ല ഉറക്കാൻ്റെ മുന്നിൽ കിടന്ന് നല്ല ഉറക്കം, ഇല്ലെങ്കിൽ രാത്രി വരെ കസേരയിട്ട് കാത്തിരിക്കും. നമ്മളൊക്കെ വീടിൻ്റെ ATM. പണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം അങ്ങനെയാണല്ലോ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. അല്ലാതെ വേറെ ചിലർക്ക് ദീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറവും മരണവും ഖബറും പരലോകവും മശ്റയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദുനിയാവ് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഒരു കഥ പറയാം, സമയം ഉണ്ടാവുമോ? ബോറടിക്കാതിരിക്കാൻ ഒരു കഥ പറയാം, സമയം ഉണ്ടാവുമോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസ്സലാം ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരു വലിയ അറിവൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും കൂടെ വരുന്നു, ഞാനും കൂടെ വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകും. ഈസാ നബി പറഞ്ഞു, കൂടെ കൂടിക്കോളാം. ഈസാ നബി അലിഹിസ്സലാം ഈ മനുഷ്യനും കൂടെ ഒരു ഗ്രാമത്തിലൂടെ വേണം ക്രോസ് ചെയ്ത് പോകാൻ. അവിടെ ചെന്നപ്പോൾ
ഈസാ നബി അലൈഹി സ്വലാമിന് ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവരൊക്കെ പ്രവാചകനാണല്ലോ. നമ്മളൊക്കെ തങ്ങന്മാരെ കാണുമ്പോൾ കൈ മുത്താൻ ഓടുന്ന പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണല്ലോ. ഈസാ നബി അലൈഹി സ്വലാം എല്ലാവരും വന്നു കയ്യിൽ മുസാഫത്തൊക്കെ ചെയ്ത് വലിയ കാര്യമായി. എന്നിട്ടൊരു 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട് ഈ കൂടെ പോയ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ അവരൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? 3 ചപ്പാത്തിയിൽ ഒരെണ്ണം എടുത്ത് കാണാതെ അങ്ങ് തിന്നു. 2 പിന്നുള്ളൂ. അപ്പൊ നടന്നു പോകുന്ന വഴിയിൽ ഈസാ നബി അലൈഹി സ്വലാം ഈ കൂടെ വന്ന മനുഷ്യനോട് ചോദിച്ചു, അവിടെ നിന്ന് എന്ത് ചപ്പാത്തി തന്നു നബി? 3 എണ്ണം തന്നു? 2 എണ്ണവേ തന്നുള്ളൂ. കള്ളം പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ല? ഇല്ല, 2 എണ്ണവേ തന്നുള്ളൂ. നടന്ന് മുന്നോട്ട് ചെന്നു. നോക്കുമ്പോ മുന്നിൽ സമുദ്രമാണ്. അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ഈസാ നബി അലൈഹി സ്വലാം ഈ മനുഷ്യനും ആ തെരുത്ത് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെ പോകും? ഈസാ നബി പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചോളാം. കൈ പിടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നങ്ങ് പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ പറയാ, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചോനെ, വെള്ളത്തിന്റെ മുകളിലൂടെയൊക്കെ നടക്കുക, അല്ലാഹ് അത്ഭുതം. ഈസാ നബി ചോദിച്ചു, അവിടുന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണവേ തന്നുള്ളൂ നബി. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. എത്ര തന്നു? 2. ഈസാ നബി ഒന്നും മിണ്ടിയില്ല. കുറച്ചു മുന്നോട്ട് നടന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായി. ഒരു മാനിനെ പിടിച്ചു. അള്ളാഹുവേ അതിനെ ഭക്ഷിച്ചു. അതിനുശേഷം എല്ലുകൾ മുഴുവനും എടുത്ത് ചേർത്ത് വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആ തിന്ന മാൻ ഓടുക. അപ്പോഴീ മനുഷ്യൻ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ, ഇല്ലാത്ത അത്ഭുതം. ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണവേ തന്നുള്ളൂ നബി. അപ്പോഴും കള്ളം പറഞ്ഞു. 2 പേരും കൂടെ നടന്ന് മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹി സ്വലാം മണ്ണുകൾ വാരിയിട്ട് ഇങ്ങനെ കൂട്ടി. 3 പ്രാവശ്യം 3 കൂനകൾ മണ്ണിങ്ങനെ കൂട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൈവച്ചപ്പം 3 സ്വർണ്ണമായി മാറി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. 1 എനിക്ക്, 1 നിനക്ക്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നബിയെ, ഈ 3-മത്തത് ആർക്കുള്ളതാ? ഈസാ നബി പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എണ്ണം തിന്നവനുള്ളതാ. ഇവൻ പറഞ്ഞു, നബിയെ, ഞാനാ നബിയെ എടുത്ത് തിന്നത്. എന്താ പറഞ്ഞ്? ഈ സ്വർണം ആർക്കുള്ളതാ? അവിടെ നിന്ന് തന്ന 1 ചപ്പാത്തി തിന്നവനുള്ള. ഇവൻ പാണയിട്ടിട്ട് പറയാം, ഞാൻ തിന്ന നബിയെ, ഞാനാ തിന്നത്. നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഞാനെടുത്ത് കഴിച്ചു. ചിരിച്ചു തള്ളാനല്ല, 2 വലിയ ദൃഷ്ടാന്തം കാണിച്ചിട്ട് അവനെ തിരിഞ്ഞില്ല. പണം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറന്നു വീണു. ഈസാ നബി പറഞ്ഞു, 3 നീ എടുത്തോ, എനിക്ക് വേണ്ട. 3 എനിക്ക് വേണ്ട, നീ എടുത്തോ. ചരിത്രം ഇനിയും കേൾക്കണം. ഇനിയും ആ ചരിത്രം അതിൻ്റെ അവസാനം വരെ കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ 3 സ്വർണ്ണക്കട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ വരുന്നു. ഒരുത്തൻ സ്വർണ്ണമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക. പിന്നെ പറയേണ്ടതില്ലല്ലോ. അവന്മാർ 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണം മുഴുവനും ചാക്കിനകത്ത് വാരിയിടുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, ഞങ്ങൾ 2 പേര് ഇവിടെ കാവലിരിക്കാം, ഒരാൾ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വാ. അങ്ങനെ 2 പേര് കാവലിരുന്നു. ഒരാൾ ഭക്ഷണം വാങ്ങാൻ കുതിരയുടെ മുകളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ 2 പേരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ തിരിച്ചു വരുമ്പോൾ ഇവനെ കൊന്നു കളഞ്ഞ ഇവൻ്റെത് നമുക്ക് 2 പേർക്കും പകുതി എടുക്കാം. എന്തിനാ വെറുതെ അവന് കൊടുക്കണേ? എന്താ പറഞ്ഞേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ ഇവനെ കൊന്ന ഇവൻ്റെത് കൂടെ നമുക്ക് 2 പേർക്കും 50-50 ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ ഇവർ 2 പേരും കൂടെ തീരുമാനിച്ചു അവനെ കൊല്ലാൻ. പക്ഷെ പോയവൻ ഭയങ്കര കഴിവുള്ളവനായിരുന്നു. അവൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് ചിന്തിച്ചു, അല്ലാ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലക്കി കൊടുത്താൽ ഇവന്മാർ 2 പേരും തിന്നിട്ടങ്ങ് ചാകും, 3 കൂടെ എനിക്ക് ഒറ്റയ്ക്കെടുക്കാമല്ലോ. അവന്റെ ചിന്ത എങ്ങനെയായിരുന്നു? അവസാനം ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ ഇവർ 2 പേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണം തിന്നി ഇവന്മാരും ചത്തു. ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളുമായി നടന്നു വന്നപ്പോൾ 3 സ്വർണത്തിൻ്റെ കെട്ടുകളും അവിടെയുണ്ട്, 4 മയ്യത്തുകളും അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ദുനിയാവിൻ്റെ പുറകിൽ പോകുന്നവൻ്റെ അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് കൊടുത്താൽ കൂടുന്നതല്ലാതെ കുറഞ്ഞ ചരിത്രം എന്നുവരെയില്ല. ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിച്ച കഥയില്ല. ഒഴുകുന്ന വെള്ളത്തിൽ മാത്രമേ വർധനവുള്ളൂ. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ ജീവിതം പഠിക്കണം, വായിക്കണം. വെറുതെയല്ല. ആരാണ് മുത്തുനബി, ആരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അഭിമാനം തോന്നും നമുക്ക്.